അപ്രീഷിയേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അവിടെ അതാണ് ബൗണ്ടറി. അതാണ് എനിക്കും ജാസ്മിനും കിട്ടാതിരുന്ന ഒരു കൺസിഡറേഷൻ. ഞങ്ങൾ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവർക്ക് എന്ത് വേണം എന്നുള്ളതായിരുന്നു പ്രശ്നം. ക്ലാരിറ്റി ഇപ്പൊ കിട്ടണം എന്ന് പറഞ്ഞാൽ അത് തരാൻ പറ്റില്ലെങ്കിൽ പറ്റില്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അതൊരു ട്രാപ്പല്ല, അതും ഒരു സ്ട്രാറ്റജിയാണ്. ഞാൻ അന്തസ്സായിട്ട് ഇപ്പൊ അന്ന് പവർ റൂമിൽ വന്നിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കില്ലായിരുന്നു, ഞാൻ ആ വീടിന്റെ അകത്തിരുന്നേനെ. എന്റെ മണ്ടത്തരായിരുന്നു. ഞാൻ അന്ന് ആലോചിച്ചില്ല, ഡീപ്പായിട്ട് അതിലേക്കൊരു ചിന്ത ഞാൻ കൊടുത്തില്ല. അതുകൊണ്ടാണ് ഉണ്ടാകാം. പക്ഷെ അത് അവരുടെ ഗെയിമാണ്. അവരെന്നെ വിശ്വസിപ്പിച്ചത് കൊണ്ടാണല്ലോ ഞാൻ അവർക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തത്. അറിഞ്ഞൂടാ, അത് വോട്ടിംഗ് അനുസരിച്ച്. ജാസ്മിൻ അല്ലെങ്കിൽ അടുത്തൊരു വിന്നർ ആരായിരിക്കും പറയുക? ജാസ്മിൻ അല്ലെങ്കിൽ ജിൻഡോ വിന്നർ ആവാൻ സാധ്യതകളുണ്ട്. കാരണം പുള്ളി ആഗ്രഹം ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ജാസ്മിൻ ആവണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം ഞാൻ അല്ലെങ്കിൽ ആരെന്ന് വെച്ചാൽ ഞാൻ ജാസ്മിൻ എന്നാ പറയുള്ളൂ കപ്പെടുക്കാനായിട്ട്. ജിൻഡോ ചേട്ടൻ നന്നായിട്ട് കളിക്കുന്ന ഒരാളാണ്. ഒരുപാട് ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വേറൊരു തലത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ജിൻഡോ ചേട്ടൻ. അതായത് പുള്ളിക്കും ഒറ്റപ്പെടലുകൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളിയുടെ ഒറ്റപ്പെടലുകളിൽ പുള്ളിക്ക് കൂട്ടായിട്ടുണ്ടായിരുന്ന ജാൻമണി മാത്രമായിരുന്നു. ജാൻമണി പോയ പിന്നെ അധികം ആരും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. എനിക്ക് ഇപ്പോഴും ജാസ്മിൻ ഉണ്ടായിരുന്നു. സിമ്പതിയുടെ ആവശ്യമില്ല, നമുക്ക് സ്നേഹം മതി. നമ്മളൊക്കെ ഒരു കുടുംബമല്ല. ആ വീട്ടിൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരു വീട്ടിൽ കൊണ്ടുവന്ന് കിടന്ന സമയത്ത് എത്ര തല്ല് പിടിച്ച് കഴിഞ്ഞാലും ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് അതൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ സാധനം അനുസരിച്ചിരിക്കും. ഇപ്പം ഞാനും അൻസിബയും ജീവിതത്തിൽ മരണം വരെ നിന്നോട് ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞ ആളാണ് അൻസിബ എൻ്റെ അടുത്ത്. അത് എനിക്ക് പല അവസരത്തിലും എനിക്ക് പേഴ്സണലി ഹേർട്ടായിട്ടുണ്ട്. അതായത് നമ്മൾ ചെറിയൊരു കാര്യത്തിന് അല്ലെങ്കിൽ ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിലാണ് ആ ഡയലോഗ് പറയുന്നത്, പേഴ്സണൽ ഗ്രഡ്സിലേക്ക് എത്തുന്നതെന്ന് പറയുമ്പോൾ അത് നമുക്ക് വിഷമമുള്ളൊരു കാര്യമാണ്. പക്ഷേ ലാസ്റ്റ് ദിവസം എവിക്ഷനിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ 4 പേര് നിൽക്കുമ്പോൾ ഞാൻ അന്ന് ഒരു മോർണിംഗ് ആക്ടിവിറ്റി തന്നത് കണ്ടായിരുന്നു. അതായത് നിങ്ങളുടെ ക്ഷമിക്കാനുള്ളവരോട് ക്ഷമിക്കാനുള്ളത്. ആ ആക്ടിവിറ്റിയിൽ ഞാൻ എല്ലാവരും വലിച്ചു കയറി ഒട്ടിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം, സത്യം പറഞ്ഞാൽ. കാരണം എന്നെ അവിടെ നിന്നിട്ട് ജിൻഡോ ചേട്ടനാണെങ്കിലും അൻസിബയാണെങ്കിലും എല്ലാവരും എന്നെ വലിച്ചു കയറി ഒട്ടിക്കുകയാണ് ചെയ്തത്. അതും പറഞ്ഞാണ് ഞാൻ മുമ്പിൽ പോയി നിന്നതെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഈ ആഴ്ച ചിലപ്പോൾ പുറത്തു പോകുന്നുള്ളത് ദൈവത്തിന് അറിയാമായിരിക്കും. അതുകൊണ്ടായിരിക്കണം ഞാൻ പറഞ്ഞു തീർത്തിട്ട് ചോദിച്ചു. അവിടെ ചെന്ന് നിന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ പറഞ്ഞത്, എനിക്ക് അൻസിബ ഐ എം സോറി. ഇത് ഓപ്പൺ ആയിട്ടുള്ളൊരു അപ്പോളജിയാണ്. അന്ന് അത് റിയൽ ആയിട്ട് തോന്നില്ലെങ്കിൽ ഇന്ന് ഞാൻ എല്ലാവരുടെ മുമ്പിൽ വെച്ചാൽ പറയുന്നത് സോറി. ഞാൻ നോമിനേഷനിൽ, അതായത് എവിക്ഷനിൽ ഞങ്ങൾ 4 പേര് നിൽക്കുമ്പോൾ അൻസിബയുടെ അടുത്ത് നിന്നിട്ട് ഞാൻ പറഞ്ഞു, അൻസിബ ഈ വീട് വിട്ട് പുറത്ത് ആര് പോയി കഴിഞ്ഞാലും അത് വെച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞപ്പോൾ അൻസിബ പറഞ്ഞു ഞാനത് അവിടെ വിട്ടടാന്ന് പറഞ്ഞു. എന്നിട്ട് അൻസിബ ആൻഡ് റഷീ സേവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് കേട്ടണമെന്ന് എനിക്കറിയില്ല, എന്നെ അൻസിബ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ താങ്ക് യു, ഐ ലവ് യു ടു. ഇതായിരുന്നു അവസ്ഥ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അൻസിബയുടെയും കണ്ണ് നിറഞ്ഞു ഞാൻ പോയ സമയത്ത്. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മൾ ഇതൊരു ഗെയിമാണെന്ന് മനസ്സിലാക്കുന്നിടത്ത് നമ്മളുടെ ആ ഒരു വെറുപ്പും വിദ്വേഷവും ദേഷ്യവും ഒക്കെ ആ ബൗണ്ടറിയുടെ അപ്പുറത്തേക്ക് കടന്നാൽ കഴിഞ്ഞു. അതാണ് ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഞാൻ ആ വേദിയിൽ വെച്ച് പറഞ്ഞത്, ഞാൻ മനസ്സിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആ വീട്ടിൽ നിന്നും ഞാൻ ഇറങ്ങിയ നിമിഷത്തിൽ, അതിൻ്റെ പടി ഞാൻ കടന്ന നിമിഷത്തിൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ദേഷ്യവും ഗെയിമും വെറുപ്പും എല്ലാം ആ പടിയിൽ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ആ വേദിയിലേക്ക് വന്ന് ലാലേട്ടൻ്റെ അടുത്ത് നിന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചിരിച്ചുകൊണ്ട് നിന്നത്. അത്രേ ഉള്ളൂ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് കേസ് ചെയ്യാന്ന് പറയുന്നത്. ഞാൻ തന്നെ പല അവസരത്തിലും ജാൻമണിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യരുത്. പക്ഷെ ജാൻമണി പെട്ടെന്ന് അത് എടുക്കാത്ത ഒരാളാണ്. നമ്മൾ പുറത്തുനിന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ ഹേർട്ടാവും. അതുകൊണ്ട് നമ്മളൊരു പരിധി വിട്ട് സീരിയസ് സില്ലിയായിട്ട് എടുത്ത്, ഞാനത് സില്ലിയായിട്ട് എന്നെ എത്ര പേരാക്കി കഴിഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് നോമിനേറ്റ് ചെയ്തതിനൊക്കെ എൻ്റെ മുമ്പിൽ നിന്നിട്ടുണ്ട്. എന്ന് പറയുന്ന സമയത്തും ഞാൻ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ എനിക്കറിയാം, അതായത് അനാവശ്യമായിട്ട് ഒരാൾ നമ്മൾ കേസ് ചെയ്താലും നമ്മൾ അതിൽ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരാൾ കേസ് ചെയ്തുകൊണ്ട് മാത്രം അത് നമ്മളെ ബാധിച്ചോളണമെന്നില്ല. നമ്മുടെ ഭാഗത്ത് തെറ്റ് പറ്റി അവരെ നമ്മൾ ഉപദ്രവിച്ച് അവർക്ക് വിഷമം വന്നതിന് ശേഷം പറഞ്ഞാൽ ചിലപ്പോൾ നടക്കുമായിരിക്കും. വെറുതെ ഒരു പേരിൽ ഇങ്ങനെ പറയുന്നതിലൊന്നും വലിയ കാര്യമുണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവിടെ ചെറുപ്പം ഉണ്ടോ? അർജുൻ സീതു പ്രണയമല്ല, എനിക്കറിയാവുന്നിടത്തോളം അത് സൗഹൃദമാണ്. ഇത് തന്നെയാണ് ഗബ്രി ജാസ്മിനെ നിങ്ങൾ എല്ലാവരും കൂടി ചെയ്തു തന്നത്. പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു എന്ന് വെച്ചിട്ട് രണ്ടുപേർക്ക് പ്രണയിച്ച് കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ, അവർക്കും കൂടി തോന്നണ്ടേ. എന്റെ കൂടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവുമോ എന്നല്ല ചോദിച്ചത്, എന്നെ കല്യാണം കഴിക്കാമെന്ന് ചോദിച്ചില്ലല്ലോ. ഒരിക്കലും ഇല്ല. ജീവിതകാലം മുഴുവൻ എന്താ ഫ്രണ്ട്സ് ആയിട്ടിരുന്നൂടെ? എൻ്റെ 27 വർഷമായിട്ടുള്ള ഒരു ഫ്രണ്ടാണ് ഇന്ന് എന്നെ എയർപോർട്ടിൽ എൻ്റെ പെട്ടി മേടിച്ചുകൊണ്ട് വന്നത്. 27 വർഷം, അതൊരു ജീവിതകാലം തന്നെയാണ്. ഞാൻ നാളെ മരിച്ച എൻ്റെ ജീവിതകാലം മുഴുവൻ അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. സത്യമായിട്ട് ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ ഷോ കാണാറില്ല എന്ന് വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ,
നല്ലൊരു റൊമാൻസ് കാണാൻ ഇഷ്ടമല്ലാത്തവർ ആരുള്ളത്? സിനിമയിലാണെങ്കിലും റൊമാൻറ്റിക് സാധനം കൊണ്ടുവരുന്നത് അത് കണ്ട് ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ലേ. അവർ പ്രണയിക്കണമെങ്കിൽ അവർ പ്രണയിച്ചോട്ടെ, അവർ സൗഹൃദമായിട്ടിരിക്കുന്നതിലായിരിക്കട്ടെ, അവരുടെ പേഴ്സണൽ കാര്യം, അതിൽ നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. അവരെന്താ തരുന്നത് എന്നുള്ളത് കണ്ട് എൻജോയ് ചെയ്യുക, അതിനെ വിമർശിക്കാൻ തോന്നിയാൽ വിമർശിക്കുക, അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നിയാൽ അപ്രീഷിയേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അവിടെ അതാണ് ബൗണ്ടറി. അതാണ് എനിക്കും ജാസ്മിനും കിട്ടാതിരുന്ന ഒരു കൺസിഡറേഷൻ. ഞങ്ങൾ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവർക്ക് എന്ത് വേണം എന്നുള്ളതായിരുന്നു പ്രശ്നം. ക്ലാരിറ്റി ഇപ്പൊ കിട്ടണം എന്ന് പറഞ്ഞാൽ അത് തരാൻ പറ്റില്ലെങ്കിൽ പറ്റില്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ജീവിതത്തിൽ ക്ലാരിറ്റി കൊടുക്കും.